Hi dears, welcome back to Fashionic Designs. നമ്മൾ ഒരു ടൈമിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ റോമൻ ഷിമ്മർ ഫാബ്രിക്കിൽ വരുന്നൊരു കളക്ഷനാണ്. അതായത് റോമൻ ഷിമ്മർ നിങ്ങൾക്ക് അറിയാം ഭയങ്കര ഇതുണ്ടോ ഗ്ലേസിംഗ് ഉള്ള ഒരു നല്ല പാർട്ടി വെയർ ആയിട്ടും അത് സമ്മർ ടൈമിൽ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു കംഫർട്ടബിൾ ഫാബ്രിക് ആണ്. അതിൽ നല്ല കളർ ഷെയ്ഡ്സിലാണ് എല്ലാം വന്നിരിക്കുന്നത്. ഈ ഒരു ക്രീമി ഓഫ് വൈറ്റ് ഷെയ്ഡുണ്ട്, ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ടോക്യൂസ് ഷെയ്ഡുണ്ട്, ഡീപ്പ് യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്, നല്ലൊരു ഒണിയൻ പിങ്കിന്റെ ടോൺ വരുന്നുണ്ട്, ഇതൊരു ബ്രിക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ്. അതിൻ്റെ വർക്ക് ആണെങ്കിലും ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാണ്. വർക്ക് നോക്കി, അതായത് കട്ട് വർക്ക് ആണ്, വി ഷേപ്ഡ് നെക്കിൽ കട്ട് വർക്ക് ആണ് ഈ ഒരു ഫസ്റ്റ് ലെയർ ആയിട്ട് പോയിരിക്കുന്നത്. പിന്നെ ബാലൻസ് ഫുള്ളും വി ഷേപ്ഡ് പോലെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. കട്ട് വർക്ക് പാറ്റേൺ എല്ലാവർക്കും എപ്പോഴും ഫേവറേറ്റ് ആണ്. അത് നമ്മൾ റോമൻ ഷിമ്മറിലാണെങ്കിൽ പറയാം, റോമൻ ഷിമ്മറും ദുപ്പട്ട ഷിനോൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് അതിൽ പെയർ ചെയ്തേക്കുക. ഡീറ്റെയിൽസ് നോക്കാം. ഈ കളർ ഞാൻ ഇട്ടേക്കുന്ന ഷെയ്ഡാണ്, അത് വീഡിയോയിൽ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഞാൻ എപ്പോഴും പറയുമല്ലോ, ആ ഒരു ഷെയ്ഡാണ്, ആ ഒരു ടോക്യൂസ് ബ്ലൂവും ഗ്രീനും ബ്ലണ്ടഡ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. വീഡിയോയിൽ ബ്ലൂ ആയിട്ടാണ് വരുന്നത്, ആ ഒരു ഷെയ്ഡല്ല, ബ്ലൂ ഗ്രീൻ, കുറച്ചുകൂടെ ഗ്രീൻ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്. ടോക്യോ സ്റ്റോൺ ആണ് ഇത്. കളർ ഷെയ്ഡ് ഒരിക്കലും വീഡിയോയിൽ ക്ലിയർ ആയിട്ട് വരുന്നില്ല. അതിൽ വന്നിട്ടുണ്ട് യോക്കിൽ ഇതുപോലൊരു വി ഷേപ്ഡ് നെക്കാണ്, അതിൽ കട്ട് വർക്ക് പാറ്റേൺ വിത്ത് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ് കൊടുത്തേക്കുന്നത്. ദുപ്പട്ട ഇതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഷിനോൺ ഫാബ്രിക്കിൽ. ഷിനോൺ ആയതുകൊണ്ട് തന്നെ ഇതുമായിട്ട് കുറച്ച് മാച്ച് ആവും. ഈ ഒരു ഫാബ്രിക് ഇങ്ങനെ ടൂ ടോൺ ആണ്, കുറച്ചൊരു ഗ്ലേസിംഗ് ഉണ്ട്, ആൻറ്റി ഗ്ലേസിംഗ് വരുന്നുണ്ട്. ആ ഒരു ഗ്ലേസിംഗ് ഉള്ള ദുപ്പട്ടയാണ് നമ്മുടെ ഷിനോൺ ദുപ്പട്ട. അത് ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തേക്കുന്നത്. സെക്കൻഡ് കളർ നമ്മുടെ ഓഫ് വൈറ്റ് ഷെയ്ഡ് ആണ്, ക്രോസ് സ്റ്റിച്ച് വരുന്നല്ലാതെ ഒരു ഗ്രേപ്പിന്റെ ഡാർക്കും ലൈറ്റും കോമ്പിനേഷൻ. അതായത് പിങ്ക് വരുന്നുണ്ട്, ഒരു യെല്ലോയുടെ കോമ്പിനേഷൻ ഉണ്ട്, ഗ്രേപ്പ് വൈൻ്റെ ഷെയ്ഡ് ഉണ്ട്, ഗ്രീൻ ടോൺ ഉണ്ട്. അതാണ് എംബ്രോയിഡറിയിൽ യൂസ് ചെയ്തത്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വിത്ത് ഇതുപോലെ കട്ട് വർക്ക് പോലെ നിൽക്കും. ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡ് വന്നേക്കുന്നതുകൊണ്ടാണ് ആ ഗ്ലേസിംഗ് നമുക്ക് ഫാബ്രിക്കിൽ അത്ര ഫീൽ ചെയ്യാത്തത്. ഗ്ലേസിംഗ് കൂടെ ഉള്ളതാണ്. അതായത് റോമൻ ഷിമ്മർ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട ഇതുപോലെ ഷിനോണിൽ തന്നെ കുറേ ചെറിയ ചെറിയ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി. അടുത്ത ഷെയ്ഡ് എല്ലാത്തിലും എംബ്രോയിഡറി കോമ്പിനേഷൻ, ആ ഒരു ക്രോസ് സ്റ്റിച്ച് കോമ്പിനേഷൻ സെയിം ആണ്. ഇതുപോലത്തെ ആ ഒരു റെഡ് വൈൻ ഷെയ്ഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, ഒരു കൈൻഡ് ഓഫ് യെല്ലോ ഉണ്ട്, ഗ്രീൻ ടോൺ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ ഈ ഒരു ഫസ്റ്റ് ബോർഡർ പോലെ കൊടുത്തേക്കുന്നത് കട്ട് വർക്ക് ആണ് വന്നിരിക്കുന്നത്. നല്ലൊരു കട്ട് വർക്ക് പാറ്റേൺ റോമൻ ഷിമ്മർ ഫാബ്രിക്കിലാണ്. ഈ ഒരു കളർ എന്ന് പറയുന്നത് ഒരു യെല്ലോയും ഗ്രീനും കൂടെ മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്. അതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ലുക്ക് വന്നിരിക്കുന്നത് ബോട്ടം സാൻഡോൺ ഫാബ്രിക്കിലാണ്. റേറ്റ് 1190 വിത്ത് ഫ്രീ ഷിപ്പ്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നമ്മുടെ ബ്രിക്ക് ഷെയ്ഡാണ്. ബ്രിക്കിന്റെ തന്നെ അല്ലെങ്കിൽ ഒരു കുറച്ച് ടെറാക്കോട്ട ബ്ലണ്ടഡ് ഷെയ്ഡ് എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനത്തെ ഒരു മിക്സ്ഡ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. പക്ക ബ്രിക്കോ അല്ല, പക്ക ടെറാക്കോട്ടോ അല്ല, രണ്ടിനും ബ്ലണ്ടാണ്. വർക്ക് പാറ്റേൺസും കോമ്പിനേഷൻസും സെയിം. ഒരു നല്ല വൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വി ഷേപ്ഡ് നെക്ക്, ദുപ്പട്ടയിൽ ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക്സ് വിത്ത് സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ്. ബോർഡർ. റേറ്റ് 1190 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇതൊരു ഒണിയൻ പിങ്കിന്റെ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇത്രയും ഡാർക്ക് അല്ല, കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡിൽ സെയിം വർക്ക് കട്ട് വർക്ക് വിത്ത് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി. ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത് ടോപ്പിന്റെ ലെങ്ത് 2.6 മീറ്റർ, ദുപ്പട്ട 2.4 മീറ്റർ ആണ്. ബോട്ടം സാൻഡോൺ ഫാബ്രിക്കിലാണ്. ഇത്രയും കളർ ഷെയ്ഡ്സിലാണ്. റേറ്റ് 1190 വിത്ത് ഫ്രീ ഷിപ്പിംഗ്.